യഥാർത്ഥത്തിൽ ആ സിനിമ കണ്ടിട്ട് ഇതിൻ്റെ പേരിൽ ഇത്രയും സംഘപരിവാർ എന്തിനാണ് കോലാഹലമുണ്ടാക്കിയതെന്ന് അത്ഭുതമാണ് തോന്നിയത്. സിനിമ ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ അതിനെ നിരൂപണത്തിന് വിധേയമാക്കാം, വിമർശനത്തിനും വിധേയമാക്കാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെ പേരിൽ ആണല്ലോ ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയത്. ഞാനതിൽ കണ്ട ഒരു സന്ദേശം എല്ലാ തരത്തിലുള്ള വർഗീയതയ്ക്കും എതിരായിട്ടുള്ളതാണ്. ഗുജറാത്ത് വംശഹത്യയെ മുൻനിർത്തി ഇരകൾക്ക് അഭയം കൊടുത്ത ഒരു കഥാപാത്രം ആ ഇരകളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ അനുഭവിച്ചതും ഈ കണ്ടതുമൊന്നും മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പേരിലുള്ളതല്ല, ഇത് വെറും രാഷ്ട്രീയമാണ്. മതവും രാഷ്ട്രീയവും കലരുന്നൊരു ചേരുവ വളരെ മാരകമാണ്. സാധാരണഗതിയിൽ അതിനെ തികഞ്ഞ വർഗീയവാദിക്കല്ലാതെ മറ്റൊരാൾക്ക് എതിർക്കാൻ കഴിയില്ലല്ലോ. യഥാർത്ഥ മതവിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്നൊരു പ്രസ്താവനയല്ലേ അത്. ഈ കൊടും ക്രൂരതകൾ, ചോരപ്പുഴകളൊന്നും മതമല്ല, വിശ്വാസമല്ല, അത് വെറും രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ മതത്തിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചവർക്ക് മാത്രമേ പൊള്ളേണ്ട കാര്യമുള്ളൂ. അപ്പോൾ സംഘപരിവാർ യഥാർത്ഥത്തിൽ ഈ എതിർപ്പിലൂടെ എന്താ പറയുന്നത്? ആ വംശഹത്യയുടെ ചോരക്കറ പുരണ്ട കൈകൾ ഞങ്ങളുടേതാണ്, ഞങ്ങളുടേത് മാത്രമാണ് എന്നവർ സ്വയം വിളിച്ചു പറയുകയല്ലേ ചെയ്യുന്നത്. മറ്റൊരു സന്ദർഭം കൂടിയുണ്ട്. ഈ വംശഹത്യയെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരെ എങ്ങനെ ഇന്ത്യാവിരുദ്ധരാക്കി ലഷ്കർ ഇ തോയ്ബ പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മാറ്റുന്നു എന്നതും ആ സിനിമ കാണിക്കുന്നുണ്ട്. ആത്യന്തികമായ സിനിമയുടെ ഒരു സന്ദേശം എന്താ? രണ്ട് വർഗീയതകളും രണ്ട് തീവ്രവാദവും എങ്ങനെയാണ് പരസ്പരം സഹായിച്ച് വളരുന്നത് എന്നതാണ്. ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നുള്ളൂ, ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്നൊരു ധ്വനി, രാഷ്ട്രീയ ധ്വനിയാണ് അതിനുള്ളത്. അതിനെ എതിർക്കുക വർഗീയവാദികളും തീവ്രവാദികളും അല്ലാതെ മറ്റാരാ? ഇപ്പം കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ആഘോഷമാക്കിയവർ ഇതിനെതിരെ ആക്രോശിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം മറ്റത് രണ്ടും പോലെ പ്രൊപ്പഗാൻഡ സിനിമയല്ല, ഇത് രണ്ട് വർഗീയതകളെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നതാണ്.